ജ്ഞാനശക്തി സമാരൂഢ തത്വമാലാ വിഭൂഷിത ഭുക്തിമുക്തിപ്രദാതാച തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ആചാര്യപാദങ്ങളിൽ പ്രണാമം. സ്നേഹം നിറഞ്ഞ എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും എൻ്റെ കൂട്ടുകാർക്കും വിനീത നമസ്കാരം. പരബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരുവാണോ, ദേവനാണോ, പരമഹംസദേവനാണോ എന്നൊക്കെയുള്ള പരിചിന്തനമാണ് നമ്മൾ ഈ കഴിഞ്ഞ 7ഓളം വീഡിയോയിലൂടെ നമ്മൾ ചെയ്തത്. ഇത് വിശുദ്ധാരതന്ത്രത്തിൽ നിന്നെടുത്തിട്ടുള്ള ഗുരുസ്തോത്രത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പരിചിന്തനം ചെയ്യുന്നത്. ജ്ഞാനശക്തിയിൽ സമാരൂഢനായിരിക്കുന്നതും തത്വമാകുന്ന മാല വിഭൂഷിതനായിരിക്കുന്നതും അന്നം മുതൽ മോക്ഷം വരെ ദാനമായി തന്ന് നമ്മളെ സംരക്ഷിക്കുന്നതിനുമായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് വിശുദ്ധാരതന്ത്രത്തിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഋഷീശ്വരന്മാർ രേഖപ്പെടുത്തി. ആ മന്ത്രമാണ് നമ്മൾ ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുരുവിനെ ഗുരുപൂജ തുടങ്ങുമ്പോഴൊക്കെ ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് സ്വരിക്കുകയും തുടങ്ങുകയും 14ഓളം മന്ത്രങ്ങളാണ്. അതിൽ 7ാമത്തെ മന്ത്രമാണ് ഇത്. ഇതിൽ ജ്ഞാനശക്തിയിൽ സമാരൂഢനായിരിക്കുന്നതാണ്. ശരിക്കും നമുക്ക് മനുഷ്യനായി ജനിച്ച് കഠിനമായ തപസ്സിലൂടെ മരുത്വാമലയിൽ നിന്ന് ആദിഗുരുവായ ശിവനിൽ നിന്ന് ആത്മജ്ഞാനം കിട്ടി. അവിടുന്ന് താഴേക്ക് അവതരിച്ച അവതാരം ജ്ഞാനശക്തിയിൽ സമാരൂഢനാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മനുഷ്യൻ്റെ അജ്ഞതയെ മാറ്റി ജ്ഞാനപ്രകാശം നൽകുവാൻ വേണ്ടി നാരായണ ഗുരുവായി ഇന്നും നമ്മോടൊപ്പം തന്നെ ജ്ഞാനശക്തി സമാരൂഢ തത്വമാകുന്ന മാലയിലാണ് വിഭൂഷിതനായിരിക്കുക. ഈ തത്വമാല നാരായണ ഗുരുവിൻ്റെ മഹാസമാധി ഏകദേശം 100 വർഷത്തേട് അടുക്കുകയാണ്. മഹാസമാധിയിലേക്ക് അടുക്കുമ്പോൾ ആ 100 വർഷം തികയുന്ന മാത്രയിൽ നമുക്ക് ഈ തത്വമാകുന്ന മാല എന്താണെന്ന് സാധാരണ ജനങ്ങളിലേക്ക് മനസ്സിലാകുന്നു. അത് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഗുരു പറഞ്ഞിരിക്കുന്ന തത്വങ്ങളിലേക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നതേ കരിയും കരിമരുന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ അമൃതവാണികൾ, ആ വാക്ക് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. ഈ ചാതുർവർണ്ണത്തെയും ഒക്കെ ഭയങ്കരമായിട്ട് പൊക്കിപ്പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇന്ന് ആ മാറി ചിന്തിക്കാൻ സാധിക്കാത്തത്. പരബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഈ കരിയും കരിമരുന്നും നിർത്തലാക്കുവാൻ എല്ലാവരും തന്നെ ശ്രമിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയും നിർത്താത്ത ഏതെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ച് നിർത്തുക. അവിടുന്ന് ഒരു ഉത്സവം കഴിയുമ്പോൾ കിട്ടുന്ന മിച്ചം കാശുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി മുടക്കുക. പുതിയ തലമുറയെ വിദ്യയിലേക്ക് വിദ്യാസമ്പന്നരാക്കിക്കൊണ്ട് ആ വിദ്യാസമ്പന്നതയിലൂടെ ആ തത്വമാകുന്ന മാല വിഭൂഷിതനായിരിക്കുന്ന ഗുരുവിലേക്ക് അടുപ്പിച്ച് അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോഴാണ് അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനപ്രകാശത്തിലേക്ക് ഈ രാജ്യത്തെ നമുക്ക് നയിക്കുവാൻ സാധിക്കും എന്നുള്ള സത്യം അറിയുക. അപ്പോൾ ഈ സത്യം അറിയണമെങ്കിൽ ഗുരു അന്നം മുതൽ മോക്ഷം വരെ നമുക്കിതെല്ലാം വിഭാവന ചെയ്തുകൊണ്ടാണ് നമ്മളിലേക്ക് ഇതെല്ലാം തന്നിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു വട്ടപൂജ്യമായിട്ടല്ല ഇത് ചെന്നിരിക്കുന്നത്. പൂർണ്ണനായ ഒരു ഗുരു പൂർണ്ണതയോടെ അന്നം മുതൽ മോക്ഷം വരെ നമുക്ക് ദാനമായി തന്നുകൊണ്ടാണ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന എന്ന് ഈ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള വിശുദ്ധാരതന്ത്രത്തിൽ രേഖപ്പെടുത്തി. അത് വീണ്ടും മനസ്സിലാകാത്തത് കൊണ്ടാണ് മനുഷ്യനായി ജനിച്ച് ദൈവമായി തീർന്നു, അതായത് ഗുരുവായി തീർന്നു, പ്രകാശമായി തീർന്നു. എന്നിട്ട് സ്വയം പ്രഖ്യാപിച്ചു നാരായണ ഗുരുവാണെന്ന്. നാരായണ ഗുരുവായെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും പിന്നീട് അത് സ്വയം രേഖപ്പെടുത്തുകയും ചെയ്തു.
നാരായണ ഗുരു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. ആര്? നാണോ എന്ന മനുഷ്യൻ ദൈവമായി തീർന്ന് സ്വയം പ്രഖ്യാപിച്ചു, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരമല്ല അറിവാകുന്നു. ശരീരം അത് നശിച്ചു പോകുന്നതാണ്. നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും ഈ ഗുരുസ്തോത്രത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും ഈ ഗുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുവിനെ കാലാതീതനാണ്. ഒരിക്കലും ഗുരുവിന് മരണമില്ല. നമ്മളുടെ ഈ ശരീരം പോയെങ്കിൽ നമ്മുടെ ആത്മാ ചൈതന്യത്തെ ഉണർത്തി ശൂദ്രജന്മത്തെ ഉണർത്തി ശരിക്കും ഗുരു നമ്മളെ ആ ദുജാവസ്ഥയിലേക്ക്, അറിവിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. അങ്ങനെ അറിവിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ക്ഷേത്രപ്രതിഷ്ഠകളിലെല്ലാം ആ തത്വം നമുക്കറിയാൻ സാധിക്കൂ. ആ അന്ധകാരം ബാധിച്ച മനുഷ്യനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് 80-ൽ പരം ക്ഷേത്രങ്ങളെല്ലാം കാണിച്ചു തന്ന ലാസ്റ്റ് പരബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരു തന്നെ ഗുരുവിൻ്റെ പ്രതിഷ്ഠ ചെയ്ത് കാണിച്ചു തന്നു. പക്ഷേ അവിടെയും അന്ധവിശ്വാസവും അനാചാരവുമാണ് നടക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള പഠനം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകണം. ആ പഠനത്തിലേക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും വേദാന്ത വിശ്വവിദ്യാലയം ഇന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് എത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി താല്പര്യമുള്ളവർ 9497222588 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 9656561798 എന്ന നമ്പറിലോ വിളിച്ച് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ പേര് സന്തോഷ് കുമാർ ശ്രീനന്ദനം. വേദാന്ത വിശ്വവിദ്യാലയം ഒരു ആഴ്ചയിൽ 16ഓളം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഈ 16 ക്ലാസ്സിൽ സ്ഫുടം ചെയ്ത് പഠിക്കുന്ന ഒരു പഠിതാവിന് മാത്രമേ നാരായണ ഗുരു എന്ന സത്യത്തെ ആനുഭൂതിക തലത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കൂ എന്ന് പരമാർത്ഥമാണ്. ഇപ്പോൾ നമ്മൾ 6ഓളം ഉപനിഷത്തുകൾ പഠിച്ചു കഴിഞ്ഞു, ഭഗവത്ഗീത പഠിക്കുന്നു. ഈ ഉപനിഷത്തിലൂടെ മാത്രം ചിന്തിക്കുമ്പോഴാണ് ഈ ഗുരുസ്തോത്രത്തിൻ്റെയും പരബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരുവിനെ ലോകത്ത് ആദ്യമായി അനുഭവിച്ചറിഞ്ഞ കൊച്ചമ്പിപ്പിള്ള എന്ന ബാലൻ ശിവലിംഗദാസ സ്വാമികളായ ശിവലിംഗ സ്വാമി ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെ അക്ഷരത്തെ പെറുക്കി വെച്ചുകൊണ്ട് ഗുരുവിനെ പ്രകീർത്തനം ചെയ്തിട്ട് എഴുതിയതാണ് ഗുരുഷഡ്കം. ആ ഗുരുഷഡ്കത്തിൻ്റെയും പരിചിന്തനം നമുക്ക് ഈ അടുത്തടുത്ത വീഡിയോകളിലൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഗുരുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭക്തിപൂർവ്വം തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്.